assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇതൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നത്തോലി മുളകിട്ടത്. നമ്മുടെ ഇവിടെ ഇതിന് വത്തൽ എന്നാട്ടോ പറയാ. പല സ്ഥലങ്ങളിലും അധിക സ്ഥലങ്ങളിലും ഇതിന് നത്തോലി എന്നാ പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം ടൈമും വേണ്ട, നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നത്തോലി കുറച്ച് എടുത്തിട്ടുണ്ട്, വത്തലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ഒന്നുമല്ല, നല്ല സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ പണ്ടത്തെ ഉമ്മമാരൊക്കെ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മളിതൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് മീൻ ഇടാറ്. പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ഡിഫറെൻ്റാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലാകെ മസാലപ്പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഉപ്പും മുളകും പുളിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പുളിവെള്ളം പിന്നെ സാധാരണ നോർമൽ വാട്ടറും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് എത്ര ചാറാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും നമ്മുടെ മീനൊക്കെ വെന്ത് പാകമായി വരുമ്പോൾ അത് കറക്റ്റ് വറ്റിയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പച്ചവെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം അധികം ആവുന്നില്ല. അത് ലാസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലൊക്കെ നല്ല കുറുകിയിട്ട് തന്നെ വരും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ചെറിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ ചില ആളുകൾ പച്ചമുളക് ചേർക്കാതെ വെറും മുളക് പൊടിയുടെ എരിവ് കൊണ്ടാണെന്ന് പറയും. പക്ഷെ നമ്മളിവിടെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നമ്മളെ മീനൊക്കെ നന്നായിട്ട് വേവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് വേവിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് ആയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് പിന്നെ നമ്മുടെ മീൻ എന്നിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഈ മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് കുത്തി ചതച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലങ്ങോട്ട് അലിയിച്ചിട്ട് എടുത്തതാണ്. അതും ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ്ന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്, നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.